ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ക്രീപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അധികം പേർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും അരിച്ചെടുത്തിട്ടാണ് ചേർക്കേണ്ടതെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് ഇതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ച് ചെയ്യരുത്, അപ്പോൾ ഇത് കേക്ക് ഭയങ്കര ഹാർഡായി പോകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ദോശൻ്റെ ബാറ്ററൊക്കെ പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. എന്ന് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. 2 സൈഡും ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണെന്നുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ 100 ഗ്രാമാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് അല്പം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ന്യൂട്ടലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചോക്ലേറ്റ് ബാർ മെൽറ്റ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാം. ഇതൊരല്പം തിക്കായിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ലാസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഒരു ദോശ എടുത്ത് അതിൻ്റെ മേലെ നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അടുത്ത ദോശ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ന്യൂട്ടല മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് നമുക്ക് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാവുന്ന ആ ഒരു ടൈമേ വേണ്ടൂ. ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്